ആത്മാവിൻ്റെ മൂന്നാമത്തെ ഫലമായ സമാധാനം അഥവാ സ്വസ്ഥത തരുന്ന ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. യഹോവ 6-ാം ദിവസം സൃഷ്ടികർമ്മം പൂർത്തീകരിച്ച് തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തിതനായി 7-ാം നാളിൽ സ്വസ്ഥമായിരുന്നതുപോലെ ദൈവജനത്തിന് ശബത്ത് സ്വസ്ഥതയുടെ ദിനമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ 430 സംവത്സരത്തെ പ്രവാസവും അടിമത്തവും 40 സംവത്സരത്തെ മരുഭൂപ്രയാണവും കഴിഞ്ഞ് ദൈവത്തോട് മറുതലിച്ച തലമുറ നീങ്ങിപ്പോയതിനു ശേഷം അവരുടെ സന്തതിക്ക് ദൈവം നൽകിയ വാഗ്ദത്ത നാട് സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനമായിരുന്നു. യഹൂദയുടെയും ഇസ്രായേലിൻ്റെയും രാജാവും നബിയുമായിരുന്ന ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. 38-ാം സങ്കീർത്തനത്തിൽ എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല എന്ന് വിലപിച്ച ദാവീദിനും അവൻ്റെ സന്തതി പരമ്പരകൾക്കും മാത്രമല്ല മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ച സ്വസ്ഥതയുടെ ദിനമായി തീർന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ആദാമ്യ സന്തതിക്ക് പാപത്തിൽ നിന്നും മോചനം നൽകി അവരെ ദൈവരാജ്യത്തിലും ദൈവഭരണത്തിന് കീഴിലും ആക്കി വെച്ചത് വിശ്വാസിക്ക് സ്വസ്ഥത നൽകുവാനാണ്. എന്നാൽ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോയ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നാം ആ സ്വസ്ഥതയിൽ കിടക്കുവാൻ ഉത്സാഹിക്കുക. എബ്രായർ 4-ാം അധ്യായം. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയുണ്ടാകുകയില്ല എന്ന വെളിപ്പാട് ഓർത്തുകൊണ്ട് റോമർ 16:20 വെളിപ്പെടുത്തുന്ന വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയുന്ന സമാധാനത്തിൻ്റെ ദൈവമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.